ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ആദി അശ്വതിയെ കാണാൻ പോയ കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയാണ് അരുൺ. തുടർന്ന് അരുൺ പറയുകയാണ്, ഇനി ഞാനൊന്നും ഒളിക്കുന്നില്ല, ഞാനെല്ലാം തുറന്നു പറയാൻ പോവുകയാണ്. അമൃതേട്ടത്തി, ഏട്ടത്തിയുടെ ജീവിതം തകർക്കുകയാണ് ഏട്ടൻ. ആ പെണ്ണും ആദിയേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയണം ഏട്ടത്തി. ഇത് കേൾക്കുന്ന ആദി ദേഷ്യത്തോടെ പറയുകയാണ്, ഇപ്പൊ നിർത്തിക്കോണം, ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ പെണ്ണും ഞാനും തമ്മിലുള്ള ബന്ധം നിനക്കറിയണമല്ലേ, ഞാനത് പറഞ്ഞാലുണ്ടല്ലോ. ഇത് കേൾക്കുന്ന വസുന്ധരയും അമൃതയും ആദ്യ തടയുമ്പോ ആദ്യ പറയുകയാണ്, പല ബന്ധങ്ങളും തകരണ്ട എന്ന് കരുതി മാത്രമാ ഞാനൊന്നും മിണ്ടാത്തത്. അമ്മേ, ഇവൻ എന്നെ ആക്ഷേപിക്കുന്നത് കണ്ടില്ലേ, അമ്മയ്ക്കൊന്നും പറയാനില്ലേ എന്ന് ആദ്യ ചോദിക്കുമ്പോ വസുന്ധര മനസ്സിൽ പറയുകയാണ്, അരുൺ സ്നേഹിച്ചിരുന്ന അഭിരാമിയാണതെന്ന് ഞാൻ എങ്ങനെയാ പറയുക. ദേ അരുൺ, ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാതെ സംസാരിക്കരുതെന്ന് അമൃതയും പറയുന്നു. ഒരു ഭർത്താവിനെ വഴിതെറ്റിക്കാനായിട്ട് വളം വെച്ചു കൊടുക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അവൾ ഇനി വല്ലോ ക്യാഷുകാരിയുമാണോ, ഇനി എങ്ങനെയെങ്കിലും കാശ് കിട്ടിയാ മതി, അതുകൊണ്ടാണോ അമൃതേട്ടത്തി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന അമൃത ദേഷ്യത്തോടെ ഐശ്വര്യയുടെ കയ്യിൽ പിടിക്കുമ്പോ അരുൺ പറയുകയാണ്, ദേ, ഭരിപ്പിക്കലൊന്നും എന്റെ ഭാര്യയോട് വേണ്ട, നിങ്ങളുടെ ഭർത്താവിനോട് കാണിച്ചാ മതി. ഇങ്ങനൊരു ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ബന്ധം ഉപേക്ഷിക്കാൻ നോക്ക്. നീ എന്ത് പറഞ്ഞടാ എന്ന് ചോദിച്ചുകൊണ്ട് അരുണിന്റെ കോളറിൽ പിടിച്ച് തള്ളിയിടുകയാണ് ആദി. ഇത് കാണുന്ന വസുന്ധര ദേഷ്യത്തോടെ ആദിയുടെ മുഖമടക്കിയൊന്ന് കൊടുത്തിട്ട് ചോദിക്കുകയാണ്, എന്ത് തോന്നിവാസമാടാ നീ കാണിക്കുന്നത്. മോനെ, നിനക്കെന്തെങ്കിലും പറ്റിയോടാ എന്ന് വസുന്ധര അരുണിനോട് ചോദിക്കുമ്പോ അരുൺ പറയുകയാ, കള്ളനാ അമ്മേ, കള്ളൻ. ആരും മിണ്ടരുത് ഇവിടെ, എല്ലാവരും മുറിയിലേക്ക് പോകാൻ വസുന്ധര ദേഷ്യത്തോടെ പോകുമ്പോ അമൃത ആദിയെ വിളിച്ചുകൊണ്ടും ഐശ്വര്യ അരുണിനെ വിളിച്ചുകൊണ്ടും മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ തന്റെ മ്യൂസിക് റെക്കോർഡിങ്ങുമായിട്ട് സൺഷൈൻ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നതാണ്. കേട്ടുടൻ തന്നെ മാനേജറിന് അത് ഇഷ്ടപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ആൽബം പുറത്തിറക്കാനുള്ള വഴി നമുക്ക് നോക്കാം. പിന്നെ ശബ്ദത്തിന് അല്പം കൂടി മധുരം കൂടിയതുപോലെയുണ്ട്. അടുത്ത ആൽബം ഇതിലും മികച്ചതാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഖിലും ശ്യാമയും അവിടെ നിന്നിറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ആദിയുടെയും അരുണിന്റെയും കാര്യമോർത്ത് ആകെ തകർന്നിരിക്കുന്ന വസുന്ധരയാണ് കാണിക്കുന്നത്. അതേസമയം ആദി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഞാനും അരുണും തമ്മിൽ ഇത്രയുമൊക്കെ പ്രശ്നമുണ്ടായിട്ടും അമ്മ ഒരു വാക്ക് മിണ്ടിയില്ല. അമൃതയെ ഐശ്വര്യ അവഹേളിച്ചു, എന്നിട്ടും അമ്മയൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ അവന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പോ ഞാൻ കുറ്റക്കാരനായി. അമ്മ ഇടപെട്ടിരുന്നെങ്കിൽ, അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഞാൻ എന്ത് പറയണമായിരുന്നാ നീ പറയുന്നത്. അശ്വതി അരുണിന്റെ കാമുകിയും ആ ശ്രീകുട്ടി അവന്റെ മോളായിരുന്നെന്നോ. നീ തന്നെ പറ. ഇത് കേൾക്കുന്ന ആദി പറയുകയാണ്, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ഞാൻ അമ്മയെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതെന്റെ വീടല്ല, അതെനിക്കിന്ന് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ്. മോനെ, അമ്മയ്ക്ക് അരുണിനെയോ നിന്നെയോ കുറ്റം പറയാൻ പറ്റില്ല, ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കാനും പറ്റില്ല. ഏതോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന് കുടുംബം ഇല്ലാതാക്കാൻ നോക്കുന്ന ആളെന്നല്ലേ അവൻ എന്നെ പറഞ്ഞത്. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ലമ്മേ. എന്റെ ഭാര്യയും മോളും എല്ലാം തന്നെ അത് കേട്ടു നിന്നു. ഇനി നാളെ മുതൽ നാട്ടുകാരും പറഞ്ഞു തുടങ്ങും. അമ്മയോട് യാത്ര പറയാതെ പോകണമെന്നാ ഞാൻ കരുതിയത്, പക്ഷേ മനസ്സതിന് അനുവദിച്ചില്ല. മോനെ ആദി, നീ അമ്മയെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞ് ആദിയുടെ കൈ പിടിച്ച് നിർത്തുകയാണ് വസുന്ധര. ശരി അമ്മേ, ഞാൻ പോകുന്നില്ല, പക്ഷേ ഈ നിമിഷം തന്നെ അമ്മ അരുണിനോട് എല്ലാം തുറന്നു പറയണം. എന്താ, അമ്മയെ കൊണ്ടാകുമോ എന്ന് ആദി ചോദിക്കുമ്പോ അത് മോനെ എന്ന് വസുന്ധര പറയുകയാണ്, അമ്മയെ കൊണ്ട് പറ്റില്ലമ്മേ, ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ ചിലപ്പോ ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ മരണമായിരിക്കും. അത്രയും പറഞ്ഞ് ആദി അവിടെ നിന്ന് ഇറങ്ങുമ്പോ ആകെ തകർന്ന് പൊട്ടിക്കരയുകയാണ് വസുന്ധര. എന്തൊക്കെയാ ഈശ്വര ഇവിടെ നടക്കുന്നതെന്ന് വസുന്ധര പറയുന്നു. അതേസമയം ആദിയും അമൃതയും കൂടി പോകാൻ ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. ആദിയേട്ടാ, പോകണോ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. നിനക്ക് ഞാൻ വേണോ ഈ വീട്ടുകാർ വേണോ. ആദി, ഞാൻ നിന്നെ വിടില്ല, നീ എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ്. മക്കളെ, നിങ്ങൾ പോയാൽ അമ്മ ആകെ തകർന്നു പോകുമെന്ന് വസുന്ധര പറയുമ്പോ അമ്മയെ താങ്ങാനായി അരുണുണ്ടല്ലോ എന്ന് ആദി പറയുന്നു. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോ ഞാൻ ഇറങ്ങിയാലാകും അവന് നല്ലതുണ്ടാവുക. വീണ്ടും വസുന്ധര അവരെ തടയുന്നുണ്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആദി. അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, അമ്മേ, അമ്മയ്ക്കറിയാമോ ആദിയേട്ടനും ഏട്ടത്തിയും കൂടി എന്താ ഇപ്പൊ പോകുന്നതെന്ന്. മൂത്ത മകനെ ഇളയ മകൻ അടിച്ചിറക്കിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം, അതിനു വേണ്ടിയാ. ദേ ഐശ്വര്യെ, ആവശ്യമില്ലാതെ നീ സംസാരിക്കരുതെന്ന് അമൃത ദേഷ്യത്തോടെ പറയുമ്പോ ഐശ്വര്യ പറയുകയാണ്, അമ്മേ, അമ്മ വിഷമിക്കാതെ. സത്യം പറഞ്ഞാൽ വഴക്കും ബഹളവും ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അകന്നു നിൽക്കുന്നത് തന്നെയാ നല്ലത്. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, മോനെ, ഞാൻ മോന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് ആദിയുടെ കാല് പിടിക്കാൻ ഒരുങ്ങുകയാണ് വസുന്ധര. അമ്മേ, അമ്മ എന്താ ഈ കാണിക്കുന്നത്. ആദ്യേട്ടന്റെ തീരുമാനമൊന്ന് മാറ്റാൻ അമൃതയും പറയുന്നു. തുടർന്ന് ആദ്യ ദേഷ്യത്തോടെ അമൃതയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആകെ തകർന്നിരിക്കുന്ന വസുന്ധരയുടെ അടുത്തേക്ക് ഐശ്വര്യ ചെല്ലുമ്പോ വസുന്ധര പറയുകയാണ്, മോളെ, മോള് ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവാ. അമ്മേ, അവരങ്ങ് ദൂരെ പോയമ്മേ, പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന്. അമ്മയുടെ കണ്ണീരിന് ആദ്യേട്ടൻ തീരെ വില കൽപ്പിക്കുന്നില്ല. അമ്മ
സമാധാനിക്കാമേ, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് ഐശ്വര്യ പറയുകയാണ്. കാണിക്കുന്നത് അഖിലും ശ്യാമയും കൂടി കുറെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നതാണ്. വസുന്ധരയ്ക്ക് സ്നേഹത്തോടെ ശ്യാമ ഒരു കവർ കൊടുക്കുമ്പോൾ വസുന്ധര അത് ദേഷ്യത്തോടെ വലിച്ചെറിയുകയാണ്. എന്താമ്മേ, എന്തു പറ്റി? അമൃത ഏട്ടത്തിയില്ലേ എന്ന് പറയാമ ഏട്ടത്തി എന്ന് വിളിക്കുമ്പോൾ ഐശ്വര്യ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, നിന്റെ പുന്നാര ഏട്ടത്തി ചേട്ടനെ വിളിച്ചുകൊണ്ടേ ഇവിടെ നിന്ന് പോയി. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം വസുന്ധരയും ഐശ്വര്യയും ചേർന്ന് അഖിലിനോടും ശ്യാമയോടും പറയുമ്പോൾ എല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും. എന്റെ രണ്ടു മക്കളും വേണമെന്ന് വസുന്ധര പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അഖിൽ സാർ ഒന്ന് വിളിച്ചു നോക്ക്, ആദ്യേട്ടനോടും അമൃതേടത്തിയോടും ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് കേട്ടില്ലേ, ഇനി എന്താണെങ്കിലും അവരെയൊന്നും വിളിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന വസുന്ധര ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.